കുട്ടേട്ടൻ്റെ ഒരു ഗംഭീരമായ ഒരു സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഈ വീടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച വീടാണ് 91. അങ്ങനെ ഞാനിപ്പോൾ പൊളിച്ചു കളയാൻ തോന്നിയില്ല. അപ്പം ഇന്ന് റിനോവേറ്റ് ചെയ്ത് ഇതൊരു സിനിമാ ഇടം കൂടിയാണിത് അല്ലേ? പ്രിയപ്പെട്ട സിനിമാ സുഹൃത്തുക്കളും എല്ലാവരും വലിയ സിനിമാ ചർച്ചകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് നല്ല മരങ്ങൾ, ഔഷധച്ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അല്ല ഇത് ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ അച്ഛൻ വെച്ച വീടുണ്ട് ഡൈനീഷ്യ, അവിടെ ഞാൻ താമസിക്കുന്നത്. ഇത് പിന്നെ ഒരു നമ്മുടെ ഗസ്റ്റ് ഹൗസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അവിടെയാണ് എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ ഞാൻ എഴുതുന്നുണ്ട് ഡൈനീഷ്യ വന്ന് കിടന്നൊന്ന് ഉറങ്ങിയിരിക്കുകയും അച്ഛൻ്റെ സാമീപ്യം ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക, ഞാൻ ഒരു ദിവസം ജീവിതത്തിൽ ഇതുവരെ അച്ഛനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. കാര്യം വെച്ചാൽ ഞാൻ അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, അച്ഛൻ്റെ ഉള്ളത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഇത്രയും സത്യസന്ധനായ വ്യക്തി ഞാൻ കണ്ടില്ല. പിന്നെ ഇത്രയും ബോൾഡായിട്ടൊരാൾ. ഇപ്പം വെറും ബോൾഡ്നെസ് കാണിക്കുകയല്ല, അങ്ങനെ അതാ എന്നുവെച്ചാൽ അത് ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയും ഒരു 10 ജന്മത്തിൽ അനുഭവിക്കേണ്ട ജീവിതം ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളുടെ മകനാണ് എന്നുള്ളത് അത്രയും വലിയ അഭിമാനം, അത്രയും വലിയ സന്തോഷം, അത്രയും വലിയ ഭാഗ്യം. അപ്പം നമ്മുടെ ഈ സംസാരവും ഈ യാത്രയും പൂർണ്ണമാക്കേണ്ടത് അവിടെയാണ്, ഡൈനീഷ്യയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം.